ോടൊപ്പം രണ്ട് അതിഥികളുണ്ട്. ബിനോ ജോർജ് ഫുട്ബോൾ പരിശീലകൻ, ജോസഫ് ജോർജ് ഫുട്ബോൾ കമന്റേറ്റർ ആൻഡ് അനലിസ്റ്റ്. ഞാൻ ആദ്യം ബിനോ ജോർജിലേക്ക് പോകുന്നു. ബിനോ ജോർജ്, സ്വാഗതം. ഈ ആരാധകരങ്ങ് വല്ലാത്ത മൂഡിലാണ്. ഈ ലോകകപ്പ് മൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കംപ്ലീറ്റ് വൈബിലാണ് നമ്മളെല്ലാവരും. എങ്കിൽ പോലും അർജന്റീന സ്പെയിൻ മത്സരം വരുമ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. അത് ഈ നേരത്തെ മറ്റ് ടീമുകളെ പിന്തുണച്ചിരുന്നവർ പോലും ഇപ്പോൾ ആ ടെൻഷനിൽ തന്നെയായിരിക്കും. കാരണം ഫൈനലാണല്ലോ. ഫൈനൽ എന്നാൽ എല്ലാ ശത്രുക്കളും ഒരുമിക്കുന്ന ഒരു വേദി കൂടിയാണ്. അപ്പോൾ അതൊന്നും ആവട്ടെ, ഫാൻ ഫൈറ്റ് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം ഒരു മാനസിക മുൻതൂക്കം ആർക്കായിരിക്കും? അതെന്തുകൊണ്ടാകാം? മാനസിക മുൻതൂക്കം എന്ന് പറയാൻ ഞാൻ കാരണം മെസ്സിയും അതുപോലെ തന്നെ സ്കലോണിക്കുമൊക്കെ ആ ഒരു ഫൈനൽ വേൾഡ് കപ്പ് പോലത്തെ മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള അവരുടെ ആ ഒരു പരിചയ സമ്പത്ത് അത് ടീമിന് തുണയാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് ഓരോ ടെൻഷനുള്ള മൂവ്മെന്റുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. അതിന്റെ ഉദാഹരണമാണ് അവര് നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാൻ കഴിയും. എല്ലാവരും പറയും അവസാന നിമിഷത്തിലാണ് ഗോൾ അടിക്കുകയെന്ന്. അതൊരു പക്ഷേ സ്കലോണിയുടെ ആളുടെ ടാക്ടിക്സ് ആണ്. കാരണം മറ്റേ ടീമുകൾ ടയേർഡ് ആവുമ്പോൾ ഇവരുടെ അറ്റാക്കിങ് കുറച്ച് കൂട്ടുന്നു. അപ്പോ ഇംഗ്ലണ്ട് ചെയ്ത ഒരു കാര്യം അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഗോൾ ലീഡ് കിട്ടിയതിനു ശേഷം പക്കാ ഡിഫൻഡിലേക്ക് പോയി ഒരു കൗണ്ടർ അറ്റാക്ക് പോലും കളിക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. അപ്പോ തീർച്ചയായിട്ടും ആ ഒരു പരിചയസമ്പത്ത് കൈകാര്യം ചെയ്യാൻ സ്കലോണി മെസ്സി സഖ്യത്തിന് വ്യക്തമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് അർജന്റീനയ്ക്ക് തന്നെയായിരിക്കും മുൻതൂക്കം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർജന്റീനയ്ക്കായിരിക്കും മാനസിക മുൻതൂക്കം. ഓക്കെ, ബിനോ ജോർജ്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഈ ആരാധകർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, കംബാക്ക് കണ്ടില്ലേ അർജന്റീനയുടെ എന്ന്. പക്ഷെ അങ്ങനെ ഒരു കംബാക്കിനായി കാത്തിരിക്കണോ? ഇന്ന് ഫൈനൽ അല്ലേ? ഫൈനൽ വേദിയിൽ അർജന്റീന കംബാക്കിന് വേണ്ടി നോക്കിയിരുന്നാൽ ഈ പറഞ്ഞ തന്ത്രം അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊരു സംശയമാണ്. അല്ല, ഞാൻ കംബാക്ക് എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കില്ല. കാരണം ഇന്നത്തെ മത്സരം പ്രവചിതാനമാണ്. കാരണം രണ്ട് ടീമുകളുടെയും മിഡ്ഫീൽഡുകളിൽ തമ്മിലുള്ള യുദ്ധമായിരിക്കുന്നു. കാരണം നമുക്കറിയാം സ്പെയിനിന്റെ മിഡ്ഫീൽഡർ ആണ് കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന, അതായത് 4-2 കളിക്കുന്ന രണ്ട് പിവോട്ട് മിഡ്ഫീൽഡേഴ്സ് ആണ് ഫ്രാൻസിന് മുകളിലോട്ട് ബോൾ എത്തിക്കാനുള്ള പാസിംഗ് ബ്ലോക്ക് ക്ലോസ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ മെസ്സിനെയും അൽവാരസിനെയൊക്കെ പൂട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പിവോട്ട് കൂടുതൽ വന്നു കഴിഞ്ഞാല്, അതുപോലെ തന്നെ അർജന്റീനയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ എൻസോ ഫെർണാണ്ടസും അതുപോലെ തന്നെ ഇവരൊക്കെ അവരും ഇവരും തമ്മിലുള്ള ഒരു ശരിക്കും യുദ്ധം തന്നെയാണ് മെക്കലാരിസ്റ്റർ. അവരൊക്കെ തമ്മിലുള്ള യുദ്ധം തന്നെയായിരിക്കും എനിക്കിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവസാനത്തേക്ക് വെക്കാൻ ഫൈനലിലെ സാധ്യത കുറവാണ്. രണ്ടു കൂട്ടരും ഫൈനൽ ആയതുകൊണ്ട് രണ്ടു കൂട്ടരും കെയർഫുൾ ആയിട്ട് കളിക്കുള്ളൂ. ചാടി കയറിയിട്ട് അങ്ങനെ ഒരു ഫൈനലാണ്. ഈ മത്സരത്തിൽ കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു മത്സരം ഇല്ല. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടരും വളരെ കെയർഫുൾ ആയിട്ടുള്ള ഓരോ മൂവ്മെന്റുകളും കെയർഫുൾ ആയിരിക്കും. രണ്ട് കോച്ചുമാരുടെ ടാക്ടിക്സിൽ ഈ ടാക്ടിക്സ് ആര് വിജയിക്കണോ ആ വിജയം ആ കോച്ചായിരിക്കും. നമ്മൾ പറയണില്ലേ, അവരുടെ ടാക്ടിക്സിനാണ് ഇവിടെ വിജയം ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അത് തന്നെയാണ്. ഞാൻ ജോസഫ് ജോർജിലേക്ക് പോവാണ്. ജോസഫ്, ഇപ്പോൾ ബിനോ കോച്ച് പറഞ്ഞതുപോലെ ഫൈനലാണ്, അതുകൊണ്ട് തന്നെ എടുത്തുചാട്ടത്തിനൊന്നും പ്രസക്തിയില്ല. എടുത്തു ചാടിയാൽ അത് അബദ്ധമാവുകയും ചെയ്യും. പക്ഷേ ഒരു ലീഡ് എടുക്കുക എന്നുള്ളത് വളരെ നിർണായകമായിട്ടുള്ള ഫാക്ടറാണ് ഫൈനലിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു ഫാക്ടർ നിലനിൽക്കെ അർജന്റീന ഈ ടീമിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒപ്പം സ്പെയിനും നിക്കോ വില്യംസ് കംപ്ലീറ്റ്ലി ഫിറ്റ് ആണെന്നുള്ള വിവരം വരുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം സെമി ഫൈനലിൽ നിന്നും ടീമിൽ ഉണ്ടാകുമോ? എന്താണ് കരുതേണ്ടത് ഈ മത്സരത്തിൽ? അർജന്റീനയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ മത്സരത്തിൽ. കാരണം കഴിഞ്ഞ മത്സരം ഇംഗ്ലണ്ടിനെ കുറച്ചുകൂടെ ഫിസിക്കലായി നേരിടാൻ വേണ്ടിയാണ് സിമിയോണിയും കൂട്ടരെയും ഒക്കെ ആദ്യ 11 വിട്ടത്. ഡീപോളിന് വിശ്രമം അനുവദിച്ചതും ഡീപോൾ ബെഞ്ചിൽ നിന്ന് വന്ന് നല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും റോഡ്രിഗോ ഡീപോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.